ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനത്തിൽ ആദ്യം പറഞ്ഞ പ്രമുഖമായ പ്രഖ്യാപനം സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം നൽകുമെന്നുള്ളതായിരുന്നു. പ്രഖ്യാപനങ്ങളിൽ വനിതകളെ ഏറ്റവും അധികം മോഹിപ്പിച്ച ഒന്നുകൂടിയായിരുന്നു ഇത്. ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇത് നടപ്പിലാക്കാൻ തീരുമാനമെടുക്കാൻ പോകുകയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിവ് ലഭിക്കുന്നത്. അതിനായി നാളെ മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിയായ ഗണേഷ് കുമാർ ക്യാൻസർ രോഗികൾക്ക് യാത്രാ സൗജന്യം നൽകണമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം 19 ലക്ഷം സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നാണ് അറിവ്. അതിൽ നിന്നും കൃത്യമായൊരു കണക്കെടുപ്പ് നടത്തി മെയ് 15 മുതൽ തന്നെ സൗജന്യ യാത്ര ലഭ്യമാക്കാനുള്ള മാർഗം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. 10 വർഷത്തിനു ശേഷം ഭരണം ലഭിക്കുമ്പോൾ ഭരണം ഗംഭീരമാക്കണമെന്നുള്ള ലക്ഷ്യം എന്തായാലും ഉണ്ടാകും. കഴിഞ്ഞ സർക്കാരിൽ പരാതി ഇല്ലാതെ പോയത് KSRTC മേഖലയിൽ മാത്രമായിരുന്നു. ആ മേഖലയിലാണ് ആദ്യമായി മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സംസ്ഥാനത്താകമാനം ജോലിക്കാരിൽ ഭൂരിപക്ഷം ആളുകളും രാവിലെ 6 മുതൽ 9 മണിക്കിടയ്ക്ക് ജോലിയിൽ കയറുന്നവരാണ്. ആ സമയത്ത് ഇടവേളകളില്ലാതെ ബസ്സുകൾ സർവീസ് നടത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. മെയ് 15-ന് സത്യപ്രതിജ്ഞ ചെയ്തു ഭരണത്തിൽ കയറാമെന്നാണ് ഏകദേശം അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് അടുത്ത ആഴ്ച മുതൽ തന്നെ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയും.